ഈ ഒരു എന്താ പറയാ മൂഡ് മാറ്റിപ്പിടിക്കേണ്ട ആവശ്യമില്ല. കുറച്ചും കൂടി ഒന്ന് നന്നാക്കാൻ വേണ്ടി നമുക്കൊരു ഗെയിം കളിച്ചാലോ? പ്രസാദ് നിങ്ങൾ കുറച്ച് റെസ്റ്റ് എടുത്തോ. ഋതുലക്ഷ്മി ഇങ്ങോട്ട് വാ. അറിയണ്ടോ? JK and Beyond വാ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഒരു ടീം, B and JK ഒരു ടീം, സിജ ആൻഡ് ശ്രുതി ലക്ഷ്മി വേറെ ടീം. ഓക്കെ, എങ്ങനെയാണ് ഗെയിം കളിക്കേണ്ടത്? നീ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞു കൊടുക്കൂ. JK നീ പറഞ്ഞാൽ അത് കംപ്ലീറ്റ് കൺഫ്യൂഷൻ ആവും. അപ്പൊ വളരെ നീ തന്നെ സിമ്പിൾ ആയിട്ടുള്ള കളികളാണ് കുഞ്ഞുങ്ങളെ. കുറച്ച് പ്ലക്കാർഡുകൾ ഇരിപ്പുണ്ടാവും. ഈ പ്ലക്കാർഡിനകത്ത് സിനിമാ നടന്മാരുടെ പടമായിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങൾ രണ്ടുപേരുടെ ടീമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരുടെ ടീമെങ്കിൽ അതിലൊരു മത്സരാർത്ഥി അതിലൊരു പ്ലക്കാർഡ് ഇങ്ങനെ പൊക്കും. അപ്പം നിങ്ങൾ കാണുന്നില്ല പ്ലക്കാർഡിന് മുന്നിൽ ആരുടെ പടമാണ് ഉള്ളതെന്ന് കുട്ടികൾ. അപ്പോൾ ആ ഫ്രണ്ട് ഇരിക്കുന്ന ആൾ കാണുന്നു അതിൽ ആരുടെ പടമാണെന്നുള്ളതെന്ന്. അപ്പോൾ ആ നടനെ അഭിനയിച്ചോ എങ്ങനെയെങ്കിലും ഒക്കെ ചെയ്ത് കാണിച്ച് ഡയലോഗ് കാണിച്ചോ. ഒരു വ്യത്യാസം, അഭിനയിച്ച് മാത്രമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഡയലോഗും പറയാവുന്നതാണ്. അതല്ല ഞാൻ പറഞ്ഞത്. പറയാം. അപ്പൊ ഗെയിം സിമ്പിൾ ആയല്ലോ. ഈസി ആയി. സിമ്പിൾ ഗെയിമാണ്. 1 മിനിറ്റിനകം മാക്സിമം ആക്ടേഴ്സിനെ നിങ്ങൾ കാണിക്കുക. അതാണ് ടാസ്ക്. അങ്ങനെ നമ്മുടെ പെൺകുട്ടികൾ ഇവിടെ ഗെയിം തുടങ്ങാൻ പോവുകയാണ്. അതായത് സിജ റോസ് ഇവിടെ പ്ലക്കാർഡ് കാണിക്കുന്നതായിരിക്കും. ശ്രുതി ലക്ഷ്മി അത് ആരാണെന്ന് അഭിനയിച്ച് കാണിക്കും, അല്ലെങ്കിൽ ഡയലോഗ് പറഞ്ഞ് കാണിക്കും. അത് ഗസ് ചെയ്യാ. 1 മിനിറ്റിനകം മാക്സിമം ആക്ടേഴ്സിനെ ചൂസ് ചെയ്ത് അഭിനയിപ്പിച്ച് വിജയകരമായി മുന്നോട്ട് പോകുക. അതാണ് നിങ്ങൾ ലക്ഷ്യം. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ക്ലൂ ഫസ്റ്റ് ക്ലൂ. വിശ്വനാഥൻ, അജാസ്, പുലിമുരുകൻ, കുട്ടി, മറുക്, എന്താണ്, ആര്? വളരെ സിമ്പിൾ ആണ്. അവൾ ഉദ്ദേശിച്ചത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. പറ്റുന്നില്ല. ഡയലോഗ് പറയടി. അമ്മയാണ് സത്യം എന്ന് പറയുന്നുണ്ട്. അമ്മയാണ് സത്യം. മനസ്സിലായില്ല. മോഹൻലാൽ, നീ ജപ്പാനിലാണോ ജീവിക്കുന്നത്? ഹീറോയിൻ ഹീറോയിൻ ഊട്ടിപ്പട്ടണോ ഒരു മിനിറ്റിൽ ഒരു ആക്ടർ. നോ അത് സീറോ വന്ന് കഴിഞ്ഞിട്ടാണ് ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് കൊടുക്കാൻ പാടില്ല. ഇത്ര നേരം ആലോചിക്കാൻ പാടില്ല. ഇമ്മാരി ക്ലൂ ഇട്ടിട്ട് ഈ പാകിസ്ഥാൻകാരിയാണോ? ഒന്നും അറിയാൻ പറ്റില്ല മലയാള സിനിമയെ പറഞ്ഞാ പോരായിരുന്നോ? അതെ. അപ്പൊ പെൺകുട്ടികളുടെ മത്സരം കഴിഞ്ഞ സ്ഥിതിക്ക് അവർ 8 നിലയിൽ പൊട്ടിയിരിക്കുകയാണ്. ഇനി ജയിക്കാനായി ആൺകുട്ടികളുടെ മത്സരമാണുള്ളത്. ബിയോണ്ടും പിന്നെ JK പ്ലക്കാർഡ് പൊക്കി കാണിക്കും. B അല്ലേ? ആൻഡ് JK ആണ് അഭിനയിക്കാൻ പോകുന്നത്. Your time starts now. കുത്തി വലതും വന്നേ. പേഴ്സണലായിട്ട് പറയുവാ. ലാലു അലക്സ്, ഇച്ചായൻ കൊച്ചുമലയാളി, എന്റെ കൊച്ചുമലയാളി, എന്റെ കൊച്ചുമലയാളി. അല്ലെങ്കിൽ മറ്റു അടുത്തത്. എടാ ദാസ ഏതായി അലവലാതി? പവിഴമല്ലി പൂത്തുലഞ്ഞതിൽ ശ്രീനിവാസൻ. Okay, next. ഒരു രാജമല്ലി വിടരുന്ന പോലെ. Okay, super. വീണ്ടും കൊച്ചുമലയാളി. അയ്യോ ഇത്രക്ക് പോപ്പുലർ ആയിട്ടുള്ള ഡിക്രൂസ് അറിയില്ലെന്നോ? അത് വളരെ കഷ്ടമായി പോയി. നമ്മുടെ ഡിക്രൂസ് സാർ ഇത്രയും വലിയ വലിയ ആൾക്കാരുടെ കൂടെ എന്റെ ഫോട്ടോ വെക്കാൻ കാണിച്ച മുതലാളി. അതൊരു സത്യം പറയട്ടെ, ഞാൻ പറഞ്ഞു വെപ്പിച്ച. വെരി ഗുഡ് മുത്തേ. സംശയമില്ലാണ്ട് തന്നെ 60 സെക്കൻഡിനുള്ളിൽ 4 കറക്റ്റ് ആൻസേഴ്സ് പറഞ്ഞിരിക്കുകയാണ് നമ്മുടെ ബോയ്സ് ടീം B and JK. നമുക്ക്
നമുക്കിനി ഒരു റൗണ്ടും കൂടി ഇത് പോയാലോ? ഇത് കൊള്ളാല്ലേ ഈ പരിപാടി? ഒരു റൗണ്ടും കൂടെ പോയാലോ ചേട്ടായി? ഞാനോ? Come on, come on. Come on. ആയിരം വാ. Yes. അരുൺ ആൻഡ് ജൂഡേട്ടൻ. അങ്ങനെ വെറും 60 സെക്കൻഡിനുള്ളിൽ 4 സെലിബ്രിറ്റീസിനെ കാണിച്ച് വിജയിച്ച ബി ആൻഡ് ജെ കെ ഞങ്ങളെ തോൽപ്പിക്കാൻ ആരാ ഉണ്ട് എന്ന് ചോദിച്ച് നടക്കുമ്പോൾ അതിന്റെ പുലിയെ തന്നെ നമ്മൾ ഇറക്കിയിരിക്കുകയാണ്. ജൂഡ് ആന്റണി ജോസഫ് ആൻഡ് അരുൺ ഒരു ടീം വേഴ്സസ് ബി ആൻഡ് ജെ കെ. അങ്ങനെ അരുൺ ആൻഡ് ജൂഡ് ആന്റണി ജോസഫ് ടീമിൽ നിന്നും അരുൺ പ്ലക്കാർഡ് പൊക്കി കാണിക്കാൻ പോവുകയാണ്. 60 സെക്കൻഡിനുള്ളിൽ മാക്സിമം സെലിബ്രിറ്റീസിനെ പറയാൻ ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ജൂഡ്. സോ ലെറ്റ്സ് ബിഗിൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒരു രാജ്യമില്ല നേരത്തെ പറഞ്ഞ കുഞ്ചാക്ക പോ. അടുത്ത് താമരശ്ശേരി ചുരം. കുതിരവട്ടം പോ. അതല്ല അടുത്ത്. നമുക്ക് ഇഷ്ടമുള്ള ആളെ കാണുമ്പോ അടിവീട്ടിൽ മഞ്ഞ വീണ് സുഖം ഉണ്ടാവുന്ന പറയണേ. ഓം ശന്തോഷന, ഓം ശന്തോഷന, ഓം ശന്തോഷന. അപ്പൊ ജൂഡ് ആന്റണി ജോസഫ്. അത് തന്നെ. Okay, good. നെക്സ്റ്റ് മാറ്റ് നെക്സ്റ്റ് Okay, next. കല്യാണം പഠിച്ചോളെ. നീ ഷാരുഖ് ഖാൻ. മാറ്റടാ, ഞാൻ തന്നെയാണോ? മാറ്റടാ. അല്ല. അയ്യോ നേരത്തെ വന്നാളെ മറന്നും പോയല്ലോ. അറച്ചു മതി കുത്തളി. ആ കൊച്ചേരി സാർ. Okay. ദാസാ Time up. അപ്പൊ എത്ര എണ്ണം പറഞ്ഞു? അങ്ങനെ അരുൺ ആൻഡ് ജൂഡ് ടീം 60 സെക്കൻഡിനുള്ളിൽ 5 സെലിബ്രിറ്റീസിനെ പറഞ്ഞിരിക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. നീ എന്ന് പറഞ്ഞു ക്ലൂ വന്ന ആർക്കായിരുന്നു? അതായത് നല്ല സമയം. ഞാൻ അഭിനയിച്ച ഒരു കഥാപാത്രം നിനക്ക് ഓർമ്മ വരാൻ സാധ്യതയില്ല. ആ. പിന്നെ ഞാൻ എന്ന് പറയണം. എന്നാ ഞാൻ എന്ന് പറഞ്ഞ പോരായിരുന്നാ? അപ്പൊ നീ ആദ്യം ഞാൻ കാണിച്ചപ്പോ നീ എന്നെ നോക്കിട്ട് നീ 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 അതാണ് എനിക്ക് മനസ്സിലാത്തത്. സ്വന്തം ഫോട്ടോ അതല്ല എനിക്ക് മനസ്സിലായത്. നീ പറഞ്ഞ ഷാറൂഖ് ഖാൻ. അല്ലല്ല അവൻ അവിടെ നിന്ന് നോക്കുമ്പോ നീ എന്ന് പറഞ്ഞ ഞാനാണല്ലോ. ജഗദീഷ് പറഞ്ഞ പോലെ താക്കോൽ മഴയുടെ അടുത്താണല്ലോ. അരുൺ ഒരു മിനിറ്റ് ബിയോണ്ട് പറഞ്ഞ പോയിന്റാ. ജൂഡ് ഡി ജെ അവിടെ നിന്ന് നീ എന്ന് പറയുമ്പോ അരുണിന്റെ കൗണ്ടർ ഷാരൂഖ് ഖാൻ. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അതെന്ത്? ഓക്കെ, അപ്പം 5 സെലിബ്രിറ്റീസിനെ കാണിച്ചു. അപ്പോൾ നിങ്ങൾ രണ്ടുപേരും മത്സരിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, നിങ്ങൾ 6-ൽ നിന്നാണ് തുടങ്ങേണ്ടത്. മിനിമം 6, പിന്നെ എത്ര വേണമെങ്കിലും ചെയ്യാം വിതിൻ 60 സെക്കൻഡ്സ്. അപ്പം ബിയോണ്ട് ആൻഡ് ജെ കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കൊച്ചുമലയാളി കൊച്ചുമലയാളി. അയ്യോ ശീല. ഈശ്വര പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരില്ലേ? കൽപ്പന. ഊട്ടിപ്പട്ടണം. രേവതി. അക്ഷടാ അടിച്ച് നിന്റെ പ്രേംനസീർ. അമ്പിളിക്കല. ബാലചന്ദ്രൻ. ഈശ്വര ഞാൻ ഗുരുവായൂരപ്പനെ കാണാനാണല്ലോ വന്നത്. വട്ടുചേൻ. ഇല്ല. കണ്ണാടി പുഴവത് സുരേഷ് ഗോപി. മഞ്ജു വാര്യർ. അങ്ങനെ നിങ്ങൾ വിചാരിച്ചിരിക്കുകയാണ് നിങ്ങൾ സക്സസ്ഫുള്ളി 6 എണ്ണം കാണിച്ചിരിക്കുകയാണ് എന്ന്, അല്ലേ? പക്ഷേ അത് 6ാമത്തെ കാണിക്കുമ്പോൾ ടൈം അപ്പായി എന്ന് ജഡ്ജസും പറയുന്നു, ഇവരും പറയുന്നു. പക്ഷേ നമ്മുടെ ക്യാമറ കണ്ണുകൾ അത് നിരീക്ഷിച്ച് നോക്കി പറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ 6 എണ്ണം കാണിച്ചിരിക്കുകയാണ്. കേരളം നേടിയെടുക്കാം ജീവിത വിസ്മയങ്ങൾ.